നമസ്കാരം കുട്ടികളെ, കാന്താരിസും ചാക്കോച്ചിയാണ്. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കണ്ടോ. നല്ല അടിപൊളി കിടിലൻ ഒരു മീൻ പൊള്ളിച്ചത് പെട്ടെന്ന് പോയി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വരാം. വാ, നമുക്ക് മീൻ പൊള്ളിച്ചതിന് ആവശ്യമായ സാധനങ്ങൾ സവോള, തക്കാളി, പച്ചമുളക് നമ്മൾ എടുത്തിരിക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ നമുക്കൊരു പാത്രം വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. അതിനുശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത്, പച്ചമുളക് ഇട്ട് കൊടുത്ത്, ഒരു അല്പം ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് സവോള. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാടിയതിനു ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ കളർ മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട്, ഒരു അല്പം കേട്ടോ. അതിനുശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം പച്ചമണം പോയി കഴിയുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വാളംപുളി നമുക്ക് കുറച്ച് വെള്ളം അതിൻ്റെ ആവശ്യത്തിന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നോക്കാം കറക്റ്റ് എരിവും പുളിയൊക്കെ കറക്റ്റാണ് നോക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുക്കാം, മഞ്ഞൾപ്പൊടി എടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി എടുത്തിരിക്കുന്നത് എരിവ് കുറവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ചത് എടുത്ത് കുറച്ച് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ നീരാണ്, ഒരു അരമുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് മിക്സ് ചെയ്യണത്, കാരണം വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ആ മസാല നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തിട്ട് കിളിമീനാണ്, വലിയ കിളിമീൻ. ഏത് മീനായാലും കുഴപ്പമില്ല, നല്ല വലിപ്പമുള്ള മീൻ കിട്ടിയപ്പോൾ ഞാൻ എടുത്തു മാത്രം. നന്നായിട്ട് മസാല പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് വെക്കാം. അതിന് ശേഷം ചട്ടി ചൂടാക്കി അതിലേക്ക് ചെറു തീയിൽ വേവിക്കണം കേട്ടോ. ഒരുപാട് തീ വേണ്ട, ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മറച്ചും തിരിച്ചതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 70-75% വേവ് ആയിട്ടുണ്ട്. അത്ര മതി, കാരണം വെച്ചാൽ കൂടുതൽ ഇതിലേക്ക് വേണ്ട. ആ ഒരു വേവില് നിൽക്കണം. 70-75% വേവ് മതി. അതിനുശേഷം നല്ലൊരു വാഴ വാട്ടിയിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് പ്രത്യേക മണക്കായിരിക്കും, അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ, ആ മസാല നമുക്ക് ഈ വാഴയിലയിൽ നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് പരത്തി വെക്കാം. അതിനുശേഷം നമുക്ക് ആ മീൻ എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. മീനെടുത്ത് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക്, ഇത് കരിവല്ല കേട്ടോ, അതിന്റെ മസാല ഇത് വരണതാണ്. 75% നമുക്ക് വേവായിട്ടുള്ളൂ. അതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ മസാല എടുത്ത് തേച്ച് കൊടുക്കാം. മസാല തേച്ച് കൊടുത്ത് നന്നായിട്ട് മസാല ഒക്കെ പിടിക്കും കേട്ടോ. ഇതുപോലെ മസാല പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇല ശരിക്കും മടക്കി ഫോയിൽ പേപ്പറിലാണ് നമ്മൾ ഇത് ചെയ്യണത്. കാരണം ആ ചൂട് പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. വെറുതെ ഇല വെച്ച് കഴിഞ്ഞാൽ ചൂട് കറക്റ്റായിട്ട് കിട്ടില്ല. ഇതാകുമ്പോൾ ആ ചൂട് അതിൽ തന്നെ നിൽക്കും. ഒരു ചട്ടി ചൂടാക്കിയിട്ട് നമുക്ക് ചട്ടിയിൽ ശകലം എണ്ണ ഒഴിക്കണമെന്നില്ല കേട്ടോ, കാരണം അതിന്റെ ആവശ്യമില്ല എണ്ണ. നന്നായിട്ട് അങ്ങോട്ട് രണ്ട് സൈഡും പൊള്ളിച്ചെടുത്താൻ പറ്റും. നല്ല സൂപ്പറായിട്ട് കണ്ടോ. ഇത് തുറന്നു നോക്കിയേ, അടിപൊളിയാ. ഒരു 1.5 മണം കേട്ടോ. ഈ സമയത്ത് ഭയങ്കര സ്മെല്ലാ. ആ വെളിച്ചെണ്ണയും വാഴ വാടിയതിൻ്റെ ഒക്കെ നല്ല ചൂടും. അതൊക്കെ നമുക്കിങ്ങനെ തുറന്നു നോക്കാം. വായിൽ വെള്ളം വരുന്നത് കാണുമ്പോൾ തന്നെ കേട്ടോ. അടിപൊളി. ഈ സാധനം പ്രത്യേക മണമാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. നമ്മൾ വെറുതെ ഇതിന് മുകളിൽ കുറെ സവോളയും തക്കാളിയും അരിഞ്ഞിട്ടുണ്ട്. ഇത് ഇതുപോലെ മതി. അപ്പോൾ നല്ല അടിപൊളി മീൻ പൊള്ളിച്ചതാണ്, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.